ഏവർക്കും ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1, +2 വിദ്യാർത്ഥികളുടെ തിയറി എക്സാമിനേഷന്റെ മോഡൽ എക്സാമിനേഷന്റെ ഡേറ്റ് ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഫെബ്രുവരി മാസം 17-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 21-ാം തീയതി വരെയാണ് തിയറി മോഡൽ എക്സാമിനേഷൻ നടക്കുന്നത്. +1കാർക്കും +2കാർക്കും ഒരു മൺഡേ തുടങ്ങി ഫ്രൈഡേ അവസാനിക്കുന്നു. 5 ദിവസം 6 എക്സാമിനേഷൻ. സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും ഉള്ള ദിവസം 2 എക്സാമിനേഷനാണ്. ഈ 2 എക്സാമിനേഷനും ഒറ്റ ദിവസം തന്നെയാണ് നടക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും ഓരോ എക്സാമിനേഷൻ. വിശദമായ ടൈം ടേബിൾ നോക്കൂ, നിങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ നമ്മുടെ വിഷയം അത് അല്ല. പ്രാക്ടിക്കൽസിന്റെ മോഡൽ എപ്പോൾ നടക്കും? പല സ്കൂളുകളിലും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ മാത്തമാറ്റിക്സ് എക്സാമിനേഷന്റെ മോഡൽ എക്സാമിനേഷൻ ഇനി നടക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ. ഔദ്യോഗികമായ സർക്കുലർ വന്നു കഴിഞ്ഞു. പുതിയ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടപ്പിലാക്കണം എന്നാണ് സർക്കുലർ. അതിനുള്ള ലിങ്ക് വന്നു കഴിഞ്ഞു. ഇന്നലെയാണ് വന്നത്. സ്വാഭാവികമായിട്ടും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ 1-2 ദിവസം എടുക്കും. അപ്പോൾ വരുന്ന ബുധനാഴ്ച മുതൽ മാത്തമാറ്റിക്സിന്റെ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിക്കാനാണ് സാധ്യത. മിടുക്കരായ അധ്യാപകരുണ്ടെങ്കിൽ ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആരംഭിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഈ 2 ദിവസം അധ്യാപകർക്ക് കുറച്ച് പണിയുണ്ട്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ. വിദ്യാർത്ഥികൾക്ക് പണി ഇല്ല എന്നത് മാത്രമല്ല, ഒത്തിരി നേട്ടവുമുണ്ട്. അത് പിന്നാലെ ഡിസ്കസ് ചെയ്യാം. സോ ഈ വർഷത്തെ മാത്തമാറ്റിക്സ് മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് സംഘടിപ്പിക്കുന്നത്. പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. തീർച്ചയായും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ, ക്വസ്റ്റ്യന്റെ മെത്തേഡ്, ക്വസ്റ്റ്യന്റെ നിലവാരം തുടങ്ങിയവ മനസ്സിലാക്കാൻ ഈ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സഹായിക്കും. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, 2023-2024 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെയും മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് 2025-ലെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കും. ഒപ്പം പുതിയ മെത്തേഡ് അനുസരിച്ച് 2022-2021 മുതലാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആരംഭിച്ചത്. 2022-ലെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റഫർ ചെയ്താൽ നന്നായിരിക്കും. ഫുൾ മാർക്ക് കിട്ടാനൊക്കെ അത് സഹായകരമാകും. 2022, 2023, 2024 മിനിമം 2023-24 എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുക. അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മോഡലിനും പബ്ലിക്കിനും ചോദിക്കുക. തീർച്ചയായും മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഓരോ ലാബിൽ നിന്നും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതേ പാറ്റേണിലുള്ള, അതേ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പബ്ലിക്കിനും ചോദിക്കുക. സോ മോഡൽ വിജയിച്ചാൽ പബ്ലിക്കും വിജയിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അതീവ ഗൗരവത്തിലെടുക്കുക. പഠിച്ചിട്ട് മാത്രം പോവുക. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ 8 ലാബ് പഠിച്ചാൽ മതി. നിങ്ങളുടെ സ്കൂളിൽ 12-14 ലാബൊക്കെ പഠിപ്പിച്ചു കാണും. പക്ഷേ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട 8 ലാബുകൾ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഫസ്റ്റ് ഇയറിലെ 4 ലാബ്, സെക്കൻഡ് ഇയറിലെ 4 ലാബ്. ഈ 8 ലാബ് നിങ്ങളുടെ ടീച്ചർ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണ്ടി 6 ലാബ് ചൂസ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഈ നിങ്ങളുടെ ടീച്ചർ സെലക്ട് ചെയ്ത 8 ലാബിൽ ഏതെങ്കിലും 6 ലാബ് നിങ്ങൾക്ക് വരും. ഫസ്റ്റ് ഇയറിലെ 3 ലാബ്, സെക്കൻഡ് ഇയറിലെ 3 ലാബ്. എക്സാമിനേഷന് വേണ്ടി 8 ലാബ് പഠിക്കണം എന്ന് പറയുമെങ്കിലും 6 ലാബ് തറവായി പഠിച്ചാൽ നിങ്ങൾക്ക് നേടാം ഫുൾ മാർക്ക്. കാരണം 4 ലാബ് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. സോഫ്റ്റ്വെയർ 6 ലാബ് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് നൽകും, സെലക്ട് ചെയ്ത് നൽകും. അതിൽ ഏതെങ്കിലും 4 ലാബ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. പൂർണ്ണമായി ആൻസർ ചെയ്യണം. 4 ലാബ്. അപ്പൊ സ്വാഭാവികമായിട്ടും 6 ലാബ് പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. റിസ്ക് എടുക്കേണ്ട. ബാക്കി 2 ലാബ് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. 6 ലാബ് തറവായി പഠിക്കുക. സോ നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ കൂടെ നമുക്ക് 40 മാർക്കാണ് കിട്ടുന്നത്. 4 മാർക്ക് നിങ്ങളുടെ ഒബ്സർവേഷൻ ബുക്ക്, നിങ്ങളുടെ സ്വന്തം ടീച്ചർ സർട്ടിഫൈ ചെയ്ത ഒബ്സർവേഷൻ ബുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ 4 മാർക്ക് കിട്ടി. അടുത്ത 4 മാർക്ക് വൈവ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചെയ്യുന്ന ലാബുമായി ബന്ധപ്പെട്ട് ചില തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലേക്ക് പോകുന്നില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് കിട്ടും 4 മാർക്ക്. ബാക്കി 32 മാർക്കാണ് പ്രാക്ടിക്കൽ ചെയ്ത് നമ്മൾ സ്കോർ ചെയ്യേണ്ടത്. വീണ്ടും കുട്ടികൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത. കഴിഞ്ഞ വർഷം ഒരു ലാബിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. 8 മാർക്കിന് കുട്ടി ആൻസർ ചെയ്യണം. അങ്ങനെ 4 ലാബ് ആൻസർ ചെയ്യുമ്പോൾ 32 മാർക്ക്. ആ ലാബിനകത്ത് ചോയ്സ് ഇല്ലായിരുന്നു.
മൊത്തം ലാബുകളുടെ എണ്ണത്തിൽ ചോയ്സ് ഉണ്ട്. 6ൽ 4 മതി. അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഓരോ ലാബിനകത്തും ഇന്റേണൽ ചോയ്സ് ഈ വർഷത്തെ പുതിയ രീതിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു ലാബിൽ നിന്ന് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ 8 മാർക്കിന് എഴുതിയാൽ മതി. അബദ്ധത്തിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ നിങ്ങൾ 10 മാർക്കും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ആയാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 8 മാർക്ക്. അപ്പോൾ മറ്റൊരു നേട്ടം, ഓരോ ലാബിൽ നിന്നും 10 മാർക്കിന് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 8 മാർക്കിന് ആൻസർ ചെയ്താൽ മതി. അത് ഈ വർഷത്തെ ഒരു പുതിയ മാറ്റമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിലെ 4 ലാബ്, സെക്കൻഡ് ഇയറിലെ 4 ലാബ്, 8 ലാബാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യപ്പെടുന്നത്. 6 ലാബ് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് 4 ലാബ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ 2 ഫസ്റ്റ് ഇയറിലെ ലാബ്, 2 സെക്കൻഡ് ഇയർ ലാബ് അങ്ങനെ ചൂസ് ചെയ്യാം. മിനിമം ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെ ഒരു ലാബെങ്കിലും ചൂസ് ചെയ്യണം. അറ്റൻഡ് ചെയ്തേ പറ്റൂ. അതായത് 3 ഫസ്റ്റ് ഇയർ ലാബ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, സെക്കൻഡ് ഇയറിലെ 1 ചെയ്താൽ മതി. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ച് സെക്കൻഡ് ഇയറിലെ 3 ലാബ് ചെയ്യാം, ഫസ്റ്റ് ഇയറിലെ 1 ചെയ്യാം. അതായത് 4 ലാബ് ആൻസർ ചെയ്താൽ മതി. ആക്ച്വലി 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ലാബിൽ നിന്ന് 40 മാർക്ക്. അതിൽ 32 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഫുൾ മാർക്ക്. തീർച്ചയായും പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് 2023-2024 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കഷൻ ക്ലാസ് കണ്ടാൽ കിട്ടി മാർക്ക് 40 ഔട്ട് ഓഫ് 40, യാതൊരു സംശയവും വേണ്ട. വൈവ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ആ പ്ലേലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ 8 ലാബിൽ 6 ലാബ് തറവായി പഠിക്കണം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ പോരാ, ആ ലാബിലെ ആക്ടിവിറ്റീസ് കൂടെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഏതൊക്കെയാണോ ആ 6 ലാബ്, ആ 6 ലാബിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഭംഗിയായിട്ട് മനസ്സിലാക്കുക. ഓരോ ലാബിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ 2024-2025 ആ പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. 6 ലാബ് തീർച്ചയായും യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, വിദ്യാർത്ഥികൾക്ക് അനുകൂലവും അധ്യാപകർക്ക് കുറച്ച് സമയം കൂടുതൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നു എന്നത് മാത്രമാണ് ഈ വർഷത്തെ ഈ സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പ്രത്യേകത. കുട്ടികൾക്ക് 10ാം ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത IT എക്സാമിനേഷൻ പോലെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നു, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എക്സാമിനേഷൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാമെങ്കിലും എക്സാമിനേഷൻ അവസാനിച്ചു എന്ന് അവസാന തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാമിനർ, അതായത് നിങ്ങളുടെ സ്കൂളിൽ പരീക്ഷ നടത്താൻ വരുന്ന ആള് ഫിനിഷ് ദ എക്സാം എന്ന് പറഞ്ഞ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അവർ അവിടെ മാർക്ക് ചെയ്താൽ മാത്രമേ എക്സാമിനേഷൻ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. 3 മണിക്കൂറാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ മാക്സിമം 2 മണിക്കൂർ മതി നിങ്ങൾക്ക് ലാബിലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ. 4 ലാബ് മതി, പക്ഷെ വേണമെങ്കിൽ 5 6 ഒക്കെ ചെയ്യാം. പക്ഷെ ബെസ്റ്റ് ഓഫ് 4 മാത്രമേ സെലക്ട് ചെയ്യൂ. സോ ലാബുമായി ബന്ധപ്പെട്ട് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. ലാപ്ടോപ്പിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് അതിന്റെ ലാബ് ചെയ്യുന്നത്, ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് ലാബ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ലാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ കൂടെ സൂചിപ്പിച്ചു. ലീനിയർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി തുടങ്ങിയ ലാബുകൾ ചെയ്യുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് പുതിയ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി പ്രാക്ടിക്കൽസ് ചെയ്യാം എന്ന് സൂചിപ്പിച്ചു. അങ്ങനെ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് 40 ഔട്ട് ഓഫ് 40 നേടുവാൻ സാധിക്കും. വരാൻ പോകുന്ന മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ആത്മവിശ്വാസത്തോടുകൂടി മോഡൽ പ്രാക്ടിക്കൽ ചെയ്യൂ. തീർച്ചയായും പബ്ലിക്കിനും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. തൽക്കാലം പ്രാക്ടിക്കലിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ +2 വിദ്യാർത്ഥികൾ. അതിനുശേഷം +2 മോഡൽ തിയറി എക്സാമിനേഷന് വേണ്ടി വർക്ക് ചെയ്യാം. +1 ഇപ്പോഴേ പണി തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് മിക്കവാറും പോർഷൻസ് ഒക്കെ അവസാനിച്ചു കാണും. നിങ്ങൾക്കുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.